3 പേരാണ് ഞങ്ങളുടെ ഗസ്റ്റ്. കൊച്ചുമ്മൽ, ബാബുരാജ്, അജയൻ ഇവരുടെ സെന്റ് ഓഫ് ആണ് നടക്കുന്നത്. പഴയ ആൾക്കാരൊക്കെ ഒത്തുകൂടിയിരിക്കുകയാണെന്ന്. അപ്പൊ നമുക്ക് കാണാം, എടുക്കാൻ പറ്റുന്നില്ല. മറ്റേതെടുത്ത് ഒത്തിരി രസം നോക്കിയിട്ടും ആകെ വിഷമത്തില് ഇതെടുത്ത് ഇത്തിരി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം ഒരു തോട്ടി പോലുള്ള സാധനം അവിടെ കമ്പ് കിടക്കും. ഞാനിതെടുത്തോണ്ട് പോയി മറ്റേതെടുത്തു. ഈ സാധനം 4 മണിക്ക് ചെല്ലണം. 4-നും 4:30 ഇടയ്ക്ക് ചെന്ന ഈ ഡോൾഫിന്റെ ആ കളി രണ്ടും കൂടി ഇങ്ങനെ ഇണയേർന്നങ്ങ് പൊങ്ങും മേലോട്ട്. പാലതല്ല, പിന്നെ ബ്രേക്ക് മാത്രമില്ലേ മറ്റേ പുലിമുട്ട്. നമ്മുടെ അഹമ്മദ് കുഞ്ഞ് സാറും ജോസ് പ്രകാശ് സാർ എന്നിട്ട് ഇങ്ങനെ സാധനമായി ഇവര് കുടുംബശ്രീയുടെ സാമ്പ്രാണി കോടിയില് കായലിൽ കൂടെ നടക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങളാണ്. റെസ്റ്റോറന്റിലില്ല, ഈ കാണിച്ചില്ല, റിസോർട്ടിലില്ല, ഓവർ ഭാഗത്ത് വാങ്ങിച്ചോണ്ട് പോകാം. രാവിലെ പോകണം. നിങ്ങൾ ആശങ്കപ്പെടേണ്ട, ഒരു കരുതലുമില്ല. മൊബൈൽ മാത്രം ചാടിപ്പോ അവിടെ നോക്ക്, ആ കാഴ്ച കാണണമെങ്കിൽ കൂടെ പറഞ്ഞിട്ട് ഓരോരുത്തന്മാര് മുങ്ങി വീടില്ല. അപ്പൊ എല്ലാ ആശംസകളും ശേഷം വീണ്ടും ഇവിടെ കോവിഡിന് മുമ്പ് റിട്ടയർ ചെയ്ത ആൾക്കാർ ജലീൽ സാറുണ്ട്, സന്തോഷ് സാറുണ്ട്.
പഞ്ചായത്ത് മെമ്പറായാൽ പഞ്ചായത്ത് മെമ്പറാകുമ്പോൾ എനിക്ക് ഓഫർ കിട്ടിയത് അന്ന് എന്റെ വീട്ടിൽ കൂടി പഞ്ചായത്തിലേക്ക് ആ വാർഡിൽ മത്സരിക്കാൻ എനിക്ക് ഓഫറല്ല എന്നെ തീരുമാനിച്ചു പിന്നെ ലിസ്റ്റ് ഇട്ടതാ. ഞാൻ അപ്പോഴേ ടച്ച് ചെയ്തില്ല, മുങ്ങിയത്. അല്ലെങ്കിൽ പണിയായി ജീവിതം അന്നേ 63 വയസ്സാകുമ്പോഴേ പണിയായി. അതിനുശേഷം ആക്ച്വലായിട്ട് മാംഗ്രോവ് ഇതാണ് എന്റെ ഹാബിറ്റാറ്റ്. ഇതാണ് ഹാബിറ്റാറ്റ്. അപ്പൊ ഇവിടെ ഇറങ്ങിക്കാൻ പറ്റുമായിരിക്കുമല്ലോ. ഉണ്ടെങ്കിൽ ഇതാണ് എന്റെ ആക്ച്വൽ ഹാബിറ്റാറ്റ്. അത് നമ്മൾ കാണാറുണ്ട് നമ്മുടെ ആസാം മൈതാനത്തിന്റെ അവിടെ. അതൊന്നും ഇതൊന്നുമില്ല, ഇതാണ് ആക്ച്വലി എന്റെ ഹാബിറ്റാറ്റ്. നടുക്ക് തന്നെ നിൽക്കില്ല, മറ്റേ സൈഡിലല്ലേ സാറേ? ഇത് നടുക്കായോ? ഇത് നടുക്കാണ്. ഗോവയിലുണ്ടോ? ഇതിനകത്ത് വളർന്ന ചെടികളെ പ്രത്യേകത ഞാൻ ഒരു കാലമുണ്ടായിരുന്നു. മരത്തിന്റെ മണ്ടയിൽ കയറുമ്പോ കാലിന് കുഴപ്പമില്ല. കണ്ടൽ മരങ്ങൾ കണ്ടോ? കണ്ടൽക്കാട് ഇവിടെ വരെ വരത്തില്ല സാറേ, എല്ലാവരും ഇവിടെ വരെ വരത്തില്ല. അതാ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്ത് രസമുണ്ടല്ലേ? അതാ നോക്കി പീസ് നീർക്കാക്കകളെ, അത് ഇതിന്റെ ഒരു പ്രത്യേകതയായി. നീർക്കാക്കയോട് ശ്രദ്ധിച്ചാൽ മതി. കണ്ടൽക്കാടിനകത്ത് നാച്ചുറൽ കണ്ടൽക്കാടാണെങ്കിൽ ഇത് ഒരുപാട് വനത്തിൽ കാണുന്നത്. ഒരുപാട് അല്ല ഓട്ടോ ഇതോടോ ഇതിന്റെ ഭംഗി എന്ത് തോന്നുന്നത്? ഭയങ്കര ഭംഗിയില്ല. അത് ഫോട്ടോ എടുത്തത്. ഇത് കൊള്ളായിരുന്നു. നല്ല ഇത് അതിനെ ഇത് ഏറ്റവും അട്രാക്ഷൻ നമ്മളെ ഈ ബോട്ട് യാത്രയിലെ ഏറ്റവും അട്രാക്ഷൻ ഇതാണ്. ഇതിന്റെ ഇടയ്ക്കൂടെ ഇപ്പോ കുറേ ഉണ്ടല്ലേ മടുക്ക ഫോറസ്റ്റ്. പക്ഷെ മറ്റേടത്ത് അത്ര ഇല്ലായിരുന്നു. നല്ല നടുക്കാലില്ല. ഇതിപ്പോ കുറച്ച് കരയോട് ചേർന്നുണ്ടായിരുന്നു. കരയിൽ ചേർന്ന് മാത്രമല്ല, ആ ഒരു റീജിയനാണ് ഈ മാംഗ്രോവ് വളർന്ന ഒരു റീജിയൻ. ഇതൊന്നും പിന്നെ വെട്ടി നശിപ്പിക്കേണ്ട കാര്യമില്ല, കയ്യറത്തവും ഇല്ലായിരുന്നു. ഇത് നമുക്ക് ഇവിടെ ടൂറിസ്റ്റുകൾ വരാത്ത എന്താ? ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നില്ല. ഇവിടെ മോട്ടിവേറ്റ് ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് എടുക്കുന്ന സാറേ ഒടിഞ്ഞു. ഇതിനകത്ത് സൂപ്പർ അട്രാക്ഷൻ ഈ തെങ്ങങ്ങനെ വളർന്നു. ഈ തെങ്ങ് ഒന്നി കയ്യേൻ അല്ലെന്നുണ്ടെങ്കിൽ ഒഴുകി വരുന്ന ഒഴുകി അപ്പൊ ഇത് കല്ലടയായി. മണ്ഡലത്തിലുള്ള കല്ലട മണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഇതാണ് മുങ്ങുന്ന മണ്ഡലത്തിലല്ലേ? ഇത് മണ്ഡലത്തിന്റെ ഹൃദയഭാഗമല്ലേ? നിങ്ങളെല്ലാവരുടെയും സ്നേഹാദരവോടെ ഞാൻ സ്വാഗതം ചെയ്യും. ഐസൊലേറ്റ് ചെയ്തേ ബോട്ടിലൊക്കെ വന്ന് കരയുന്നു. നമുക്ക് വന്ന് ബോട്ടിലൊക്കെ വെള്ളത്തിലേ കല്ലട വന്നാൽ കയറാൻ പറ്റുമെന്നാണ്. അല്ല, നാടൻ ആൾക്കാർക്ക് വെള്ളം കാണും. അവർ കൊണ്ടുവന്ന് ആക്കിയിട്ട് അങ്ങനെ ചെറിയ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതിയല്ലേ? സൂപ്പർ തന്നെ. എല്ലാരും ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥയെ ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് പോലെ അവസാനം